ഇനി ജീവിത പങ്കാളിയെ തേടി മാട്രിമോണിയൽ സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് വഞ്ചിക്കപ്പെട്ടവർ ഒരുപാട് പേരുണ്ടാകും അല്ലേ? എന്നാൽ വഞ്ചനയ്ക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പോരാടിയവർ ആരെങ്കിലും ഉണ്ടാകുമോ? എന്നാൽ അങ്ങനെ ഒരാളുണ്ട്. കണ്ണൂർ ചെറുപുഴയിലുള്ള കെ അജിത്ത്. വെറും നഷ്ടപരിഹാരമല്ല കേട്ടോ, മാനസിക സമ്മർദ്ദത്തിനടക്കം നഷ്ടപരിഹാരം പോരാടി നേടിയിരിക്കുകയാണ് ഇദ്ദേഹം. അറിഞ്ഞുവരാം. ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ അനുഭവിക്കുന്ന ദുരിതത്തിന് കണക്കില്ല. ഫോട്ടോ വേണമെങ്കിൽ കാശ് വേറെ കൊടുക്കണം, അഡ്രസ്സ് കിട്ടണമെങ്കിൽ വേറെ കൊടുക്കണം. ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ പരാതിയുണ്ട്. പക്ഷേ പലരും അതങ്ങ് സഹിക്കും. പക്ഷെ നമ്മുടെ സുഹൃത്ത് കെ അജിത്ത് ചെയ്തത് അതൊരു പോരാട്ടമാക്കി എടുത്തു. എങ്ങനെയാണ് ഈ ഫൈറ്റ് നടത്തി ഇപ്പോൾ ഈ നഷ്ടപരിഹാരം കിട്ടിയത്? ആദ്യം ഇവരെന്നെ വിളിക്കുക ചെയ്യുക. അതായത് ഇങ്ങനെ ഒരു നല്ല പെൺകുട്ടി, നല്ലൊരു ബന്ധമുണ്ട്, നിങ്ങൾ വന്നിട്ട് അതിനൊരു രജിസ്റ്റർ ചെയ്യണം. അപ്പം കഴിഞ്ഞ നോട്ട് നിരോധനത്തിൻ്റെ സമയത്താണ് ഞാൻ ഈ ശ്രീചക്ര ബ്യൂറോയിൽ 3000 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടി ആയുർവേദ ഡോക്ടറാണ്, അവർക്ക് ഭയങ്കര താല്പര്യമുണ്ട്, നിങ്ങൾ വന്നിട്ട് പിന്നെ ഒരു രജിസ്ട്രേഷൻ നടത്തണം. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. അപ്പം ഞാൻ വൈകിട്ട് വിളിച്ചേരം അവർ പറയുന്നു പിന്നെ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവരെന്നെ എന്താണ് മനഃപൂർവ്വം ഇതിൽ കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ശരിയായിട്ടില്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ശരിയായി തരാം, അങ്ങനെല്ലാം ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ കൺസ്യൂമർ കോർട്ട് പോകാൻ എന്താ കാരണം? ഇപ്പൊ തന്നെ എൻ്റെ ഒരു 8 കേസങ്ങാറ്റം ഉണ്ടായിരുന്നു. അതിൽ 8 കേസിൽ പിന്നെ 5 കേസിന്റെ വിധിയായി. 5 കേസിന്റെ വിധിയായാൽ അതിനകത്ത് 4 ഒത്തുതീർപ്പാവുകയാണ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് ഇല്ല വിവാഹവേദിയായിട്ടാണ് ഞാൻ പോരാട്ടം നടത്തിയത്. അവരൊരു വക്കീലിനെ പോലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോരാടി 4500 രൂപയാണ് കൊടുത്തത്. പക്ഷേ എനിക്ക് ഒത്തുതീർപ്പിന്റെ ഫലമായിട്ട് 3500 രൂപ അവർ തന്നു. പിന്നെ ഇപ്പോൾ ഈ ശ്രീചക്രക്കാരാണ്, അവർ ഈ കേസിന് ഹാജരാവുന്ന പോലും ഇല്ല. അങ്ങനെ ഞാനൊരു 10 പ്രാവശ്യം അവിടെ പോയി. അതും എൻ്റെ LOP ലീവ് എടുത്തിട്ടാണ് ഞാൻ പോയത്. പക്ഷേ എനിക്ക് എന്നാലും ഒരു വിചാരം ഉണ്ടായിരുന്നു, ഇവർക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം തന്നെ നടക്കണം. ആ പോരാട്ടത്തിൻ്റെ ഒരു വിജയം കൂടിയാണ് ഈ കൺസ്യൂമർ കോർട്ടിൻ്റെ വിധി. എന്നും പിന്നെ 2 ഓൺലൈൻ മാട്രിമോണിക്കെതിരെ കേസ് നടക്കുന്നുണ്ട്. ഞാൻ നേഴ്സിംഗ് പ്രൊഫഷൻ കൂടിയാണ്. അപ്പോൾ നേഴ്സിനെ കല്യാണം കഴിക്കാൻ ആർക്കും താല്പര്യമില്ല. അപ്പോൾ എന്ത് ചോദിച്ചാലും പറയുന്ന നേഴ്സാ വേണ്ട. ഡോക്ടർമാരെ പോലും ഒരുപാട് വിളിച്ചു. അപ്പോൾ ഒരു ആൾക്കാർ, നിങ്ങൾ ഡോക്ടറെ വിളിക്കാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യമാണ്, നിങ്ങൾ നേഴ്സല്ലേ? നമുക്കിങ്ങനെ ഒരു പ്രയാസം ഉണ്ടായെങ്കിൽ അതിന് നഷ്ടപരിഹാരം കിട്ടും എന്ന് ഒരുപക്ഷെ നമുക്ക് നാളെയും ഉപകാരപ്പെടും. ഒരു കാര്യം അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം അവർ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പൈസ മേടിച്ചതിന് ശേഷം യാതൊരു തുടർ നടപടികളും ഇല്ല. നമ്മൾ തന്നെ പ്രൊഫൈൽ അയച്ചു കൊടുത്താൽ പറയും, നിങ്ങളുടെ മുഖം കണ്ടാൽ പ്രായം തോന്നുന്നു, പ്രായം കൂടുതലാണ്, ഇപ്പം എനിക്ക് 43 വയസ്സായി, 50 വയസ്സാണെന്ന് തോന്നിക്കുന്നത്, തടി കൂടുതലാണ്. ഇങ്ങനെ പറ്റിക്കപ്പെട്ടവർ ഇത്തരം ഈ ഫോറത്തിൽ പോകണം എന്ന് അജിത്തിന് തോന്നുന്നു? തീർച്ചയായും ഇങ്ങനെ പറ്റിക്കപ്പെട്ടവരും കബളിക്കപ്പെട്ടവരും തീർച്ചയായും ഉപഭോക്തൃ തർക്ക ഫോറത്തിൽ പോവുക തന്നെ വേണം. കാരണം ഇതൊരു റാക്കറ്റായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതായത് മാട്രിമോണി രജിസ്റ്റർ ചെയ്യുന്നവരൊന്ന് സൂക്ഷിക്കണം. ഇത്തരം കാര്യങ്ങൾ അവർ പറ്റിക്കും എന്നുള്ളത്. അത് കഴിഞ്ഞാൽ അങ്ങനെ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ തർക്ക പരിഹാര ഫോറത്തിൽ ചെല്ലാമെന്നും അവിടെ നമുക്ക് കോമ്പൻസേഷൻ കിട്ടും എന്നുള്ളൊരു സന്ദേശമാണല്ലോ താങ്കൾ ഇപ്പൊ ചെയ്യുന്നത്. തീർച്ചയായും ഇത് പിന്നെ വിവാഹ ബ്യൂറോകളിലും അതുപോലെ തന്നെ ഓൺലൈൻ മാട്രിമോണിയൽ സൈറ്റുകളിലെല്ലാം രജിസ്റ്റർ ചെയ്തിട്ട് ഒരു വധുവിനെ കാത്തിരിക്കുന്ന യുവാക്കൾക്കുള്ള ഒരു സന്ദേശം കൂടിയാണ്. ഞാൻ തന്നെ ഇപ്പൊ കർണാടകയിലേക്ക് പോകാൻ നോക്കി. അപ്പം കർണാടകയിൽ 1.5 ലക്ഷം രൂപയാണ് അവർ ആവശ്യപ്പെടുന്നത് ഒരു കുട്ടീനെ കാണിക്കാനല്ല, കല്യാണം ശരിയായാലും. എൻ്റെ അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം നടക്കണമെന്നുള്ളത്. അദ്ദേഹം പിന്നെ അർബുദബാധിതനായിട്ട് കഴിഞ്ഞൊരു 7 മാസം മുമ്പാണ് മരിച്ചത്. അത് പിന്നെ അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എനിക്കന്ന് മനസ്സിൽ ശക്തമായ ഒരു ഇതുണ്ടായിരുന്നു, ഇതിനെതിരെ ശക്തമായി പോരാടണം. പണ്ടേ ഞാൻ പോരാട്ടം നടത്തുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു പോരാട്ടം എന്താണ് പൈസ അടച്ച ആൾക്കാർക്കും അതുപോലെ തന്നെ ബ്രോക്കർമാരായി പറ്റിക്കപ്പെട്ട ആൾക്കാർക്കെല്ലാം ഒരു സന്ദേശം, പാഠം ആയിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. CK വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. CK, ഇതുപോലെ പറ്റിക്കപ്പെടുന്നവർ അല്ലേ, ഈ മാട്രിമോണിയൽ സൈറ്റിലൊക്കെ പറ്റിക്കപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. അടുത്തിടെയാണ് ഈ മാട്രിമോണിയൽ സൈറ്റിലൊക്കെ ഇങ്ങനെ കല്യാണം നോക്കി നടക്കാതെ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം എത്രത്തോളമാണ് എന്ന് ചർച്ചയൊക്കെ നടക്കുന്നത്. ഇപ്പോൾ അജിത്തിന്റെ കാര്യത്തിൽ തന്നെ അദ്ദേഹത്തോട് താങ്കളെ കാണാൻ പ്രായം കൂടുതൽ തോന്നിക്കുന്നു, തടി കൂടുതലാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം, അപകർഷതാ ബോധമൊക്കെ എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? അപ്പോൾ അത്രയും മാനസിക സമ്മർദ്ദമൊക്കെ അനുഭവിച്ചത് കൊണ്ടാണ് നിയമ പോരാട്ടത്തിന് വേണ്ടി അദ്ദേഹം ഇറങ്ങിയത്. പക്ഷേ അധികം ആരും എന്നല്ല, ആരും ഇങ്ങനെയുള്ള നിയമ പോരാട്ടങ്ങൾക്ക് ഇറങ്ങി തിരിക്കില്ല എന്നതാണ് ഒരു വസ്തുത. ഈ കെ അജിത്ത് നടത്തിയ ഈ ഒരു പോരാട്ടം, അതിന് പിറകിൽ വലിയ കഥയുണ്ട്. അത് വളരെ ഏതെങ്കിലും ഒരു ദിവസം തുടങ്ങിയ ഒരു കാര്യമല്ല.
സാധാരണ രീതിയിൽ വരനെ വധുവിനൊക്കെ തേടി ഒരാൾ മാട്രിമോണി സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് പണം അടച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ. സാധാരണ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിമം വിവരങ്ങൾ തരും. പക്ഷേ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾക്കൊക്കെ പിന്നെയും പണം വാങ്ങുകയും എന്നാൽ വരനെയോ വധുവിനെയോ കിട്ടാതിരിക്കുകയും ചെയ്യും. അവസാനം മടുത്ത ആൾക്കാർ ഈ ശ്രമം ഉപേക്ഷിക്കും, മറ്റു പല സാധ്യതകളും തേടും. പക്ഷേ അജിത്ത് ചെയ്തത് അങ്ങനെയല്ല. അദ്ദേഹം ഇതൊരു പോരാട്ടമായി എടുത്തു. ആ വിധി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അകത്ത് മാനസികമായി പ്രശ്നമുണ്ടായതിനടക്കമാണ് ഈ 8000 രൂപ ഫൈൻ കൊടുക്കാൻ വേണ്ടി ഈ മാട്രിമോണി സൈറ്റുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് വരുമ്പോൾ ഇവരെല്ലാം തന്നെ മത്സരിച്ച് ഇത് മുതലെടുക്കുന്ന വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ഈ അജിത്ത് അത്ര ഒരു മോശം പ്രൊഫൈലുള്ള ഒരു മനുഷ്യനല്ല. അയാളൊരു നഴ്സിംഗ് ട്യൂട്ടറാണ്. നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപകനാണ്. നല്ല വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. 4 or 5 MSc ബിരുദം ഉണ്ട്. അത്തരത്തിലുള്ള ഒരാൾക്ക് പോലും ഇങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ ഈ സൈറ്റിൽ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ഒരു സാധ്യത ഉപയോഗപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ചതി എത്ര വലുതാണ് എന്ന് നമുക്ക് അദ്ദേഹം മനസ്സിലാക്കി തരുവാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. കാരണം ഒരു ഫോട്ടോ കിട്ടണമെങ്കിൽ അധികം പൈസ അടക്കണം, നല്ല പ്രൊഫൈൽ വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ പണം അടക്കണം. അത് പോരാഞ്ഞ് ഈ സൈറ്റുകാർ അവരുടെ കുറ്റവും കുറവുമെല്ലാം തന്നെ നിരന്തരം പറഞ്ഞ് നിങ്ങൾക്ക് എവിടെ പെണ്ണ് കിട്ടാനാണ്, നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളെ കാണാൻ കൊള്ളില്ല, നിങ്ങൾക്ക് പ്രായം കൂടുതൽ തോന്നിക്കുന്നു എന്നിങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു എന്നാണ് അജിത്ത് നമ്മളോട് പറഞ്ഞത്. ഏതായാലും ഇത് ഒരു ചൂഷണം, ഒരു തട്ടിപ്പ് തടയുന്നതിന് വേണ്ടി ആർക്കും സമീപിക്കാനുള്ള ഒരു വാതിലാണ് അദ്ദേഹം തുറന്നു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മാട്രിമോണിയൽ സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് പണം നൽകി വഞ്ചിക്കപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൽ സമീപിക്കാമെന്നും അങ്ങനെ സമീപിക്കാൻ അങ്ങനെ നിയമ പോരാട്ടത്തിനുള്ള വഴിയുണ്ട് എന്ന് പറഞ്ഞു തരികയാണ് KK അജിത്ത് എന്ന ഈ മനുഷ്യൻ. ശരി.